വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ ഒരുത്തനാണെന്ന്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? എനിക്ക് വേണ്ട. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. എനിക്ക് വേണ്ട. കൊതിച്ചിരുന്ന് കിട്ടിയതാണ് മട്ടനൊക്കെ. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? നീ ചെയ്തത് തെറ്റ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? കാല് പിടിക്കുക. എങ്ങനെയാണ് സന്തോഷത്തോടെ എങ്ങനെയാണ് കഴിക്കുന്നത്? ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പൊട്ടോ. എനിക്ക് പറ്റത്തില്ല. എനിക്കങ്ങനെ കഴിക്കാൻ തോന്നില്ല. ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്താ ഇവരൊക്കെ ഇങ്ങനെ? നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഷാനവാസ് തന്നെയാണ് കച്ചറ ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വെക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് കച്ചറ ഉണ്ടാക്കിയത് ഷാനവാസ് തന്നെയാണ്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. വേണ്ട. സത്യം കഴിക്കാൻ തോന്നൂല. വേണ്ട, എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നൂലടാ. അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. നീ പറഞ്ഞ സത്യം, ഞങ്ങൾ പറഞ്ഞ കള്ളും കയ്യിലോട്ടാണ്. നിനക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങണം? എന്നിട്ട് ഇത്ര പേരുടെ ഇത് ഇരുന്നിട്ട് എങ്ങനെ ഇറങ്ങണത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്കറിയാണ്ട് ചോദിക്കാ. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ടൊന്ന് നോക്കിയേ. മട്ടൻ ഇച്ചിരി മുട്ട. നീയോ കളി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. കറിയൊക്കെ ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പണ്ടത്തോലെ പോളിയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. അയ്യാ, എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ. അനിമോള് നിർബന്ധിച്ചപ്പോ കഴിച്ചതാ. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അറിയില്ലല്ലോ, ഞാൻ വരാം. എന്താ എന്റെ ഉദ്ദേശം? ജഡ്ജ്മെന്റിലുള്ള ആൾക്കാരെ ഞാൻ അത്രക്കാരൻ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.